ഹേ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് സ്കൂളിൽ ക്ലാസ്സും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും എന്താ അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒന്നിരുന്ന് പഠിക്കാം, എക്സാമൊക്കെ അല്ലേ 25-ാം തീയതി എന്നൊക്കെ പഠിക്കാമെന്നൊക്കെ വിചാരിച്ചാണ്. പക്ഷേ രാവിലെ വലിയ ആയിട്ടുള്ള പഠിത്തവും കാര്യങ്ങളൊന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ രാത്രി ഇംഗ്ലീഷ് ഒന്ന് പഠിക്കാമെന്ന് വിചാരിച്ചാൽ രാത്രി ഞാൻ IP എടുത്തിരുന്നിട്ടുണ്ടായിരുന്നു. ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല IP എടുക്കേണ്ട അത്. എന്നാലും ഞാൻ വിചാരിച്ചെന്ന് IP ഒന്ന് കുറച്ചെങ്കിലും ഒന്ന് എടുക്കാൻ, എനിക്ക് IP പഠിക്കാൻ മാത്രം ഒരു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതെങ്കിലും നടക്കട്ടെ എന്ന് വിചാരിച്ചാൽ IP എടുത്തു. IP-യിൽ പൈത്തൺ എന്ന് പറഞ്ഞ ചാപ്റ്റർ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇന്നത്തെ ദിവസം സ്കൂളിൽ പോയപ്പോൾ വേണം പറഞ്ഞു ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ളത് IP എന്നാന്ന് പറഞ്ഞു. പൈത്തൺ എന്നാന്ന് പറഞ്ഞു. അപ്പോൾ ഒരു സമാധാനം, അത് പഠിച്ചത് വേസ്റ്റ് ആയില്ല. എന്നാലും ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ളൊരു ചാപ്റ്റർ തന്നെ എടുത്ത് പഠിച്ചിട്ടുണ്ടല്ലോ എന്നുള്ളൊരു ഇത് കിട്ടി. നിങ്ങളോട് ഇതിനു മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ട്, ഞാൻ പഠിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എന്നെ തന്നെ സ്വന്തമായിട്ട് ഇങ്ങനെ പഠിപ്പിക്കുന്നത് പോലെയൊക്കെ കാണിച്ചിട്ടൊക്കെയാണ് പഠിക്കുന്നത്. ടീച്ചർ ആ ഒരു മോഡലിലൊക്കെയാണ് ഞാൻ പഠിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ക്ലിപ്പ് നിങ്ങളിപ്പോൾ കണ്ടോളൂ, ഞാനിങ്ങനെ പഠിക്കുന്നതെന്നൊക്കെ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞാൻ പഠിക്കുന്നത്. അപ്പം നിങ്ങൾ കേൾക്കുമ്പോൾ കുറച്ച് സില്ലി ആയിട്ടൊക്കെ തോന്നുമെങ്കിലും ഇങ്ങനെ പഠിക്കുന്നത് കുറച്ചുകൂടെ എഫക്റ്റീവായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ പഠിക്കുന്നവരുണ്ട്, എൻ്റെ ഫ്രണ്ട്സിലായാലും അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ് സർക്കിളായാലും മിക്കവരും ഇങ്ങനെ ഈ ഒരു രീതിയിൽ പഠിക്കുന്ന ആൾക്കാരുണ്ട്. അത് കുറച്ചും കൂടെ നമുക്ക് കുറച്ചും കൂടെ നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. നമ്മളൊരാളെ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി കിട്ടുമല്ലോ. എനിക്ക് വേറെ ആരെയും പഠിപ്പിച്ചു കൊടുക്കാൻ വലുതായിട്ട് അറിയത്തില്ല, പക്ഷെ എനിക്ക് സ്വന്തമായിട്ട് ഇങ്ങനെ ഇങ്ങനെ കാണിച്ചിട്ട് ഞാൻ മതിലിനോടൊക്കെ എനിക്കിത് പറയുന്നത്. അപ്പം അതെനിക്ക് ഭയങ്കര ഓക്കെ ആയിട്ട് ഫീൽ ചെയ്യുന്നിട്ടുണ്ട്. അപ്പം എനിക്ക് മനസ്സിലാവുകയും ചെയ്യും. അങ്ങനെയാണ് ഞാൻ പൊതുവേ പഠിക്കുന്നൊരു ശീലം. പിന്നെ എഴുതുകയും ചെയ്യും. എഴുതുന്നതെന്ന് വെച്ചാൽ എനിക്ക് ഉറക്കം വരും. അല്ലെങ്കിൽ പ്രത്യേകിച്ച് തിയറി ഐറ്റംസ് ഒക്കെ പഠിക്കുമ്പോൾ എനിക്ക് നല്ലോണം ഉറക്കം വരും. ഇതിനകത്ത് തിയറി അധികം ഇല്ല, കുറച്ചും കൂടെ കാൽക്കുലേഷനൊക്കെ ഉണ്ട്, ചെറിയ ചെറിയ കാൽക്കുലേഷനും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം പൈത്തൺ ബോറടിക്കാനും തിയറി മാത്രമാണെന്നും പറഞ്ഞിരിക്കുന്ന കാര്യമൊന്നുമല്ല, അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഒരു പേടി ഉണ്ടായിരുന്നെങ്കിലും പിന്നെ ഇത് പഠിച്ച് വന്നപ്പോഴേക്കും ഓക്കെ ആണെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. നമുക്ക് ബോറടിക്കേണ്ട ഉറക്കം വരേണ്ട കാര്യങ്ങളൊന്നും അല്ല പഠിക്കാനുള്ളതെന്ന് എനിക്ക് മനസ്സിലായപ്പോഴേക്കും ഓക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ നോട്ട് അതിൻ്റെ സൈഡ് ബൈ സൈഡ് എഴുതുന്നുണ്ടായിരുന്നു. വേറെ ഒന്നും ഞാൻ നോട്ടൊന്നും എഴുതിയിട്ടില്ല. പൈത്തൺ മാത്രമാണ് ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്നത്. കാരണം എനിക്ക് ആ ഒരു ചാപ്റ്ററിനോട് അത്രത്തോളം പേടിയുണ്ടായിരുന്നു. ഈ ചാപ്റ്റർ പോകും, എനിക്ക് ഒന്നും മനസ്സിലായിട്ടില്ല, ഞാൻ പെട്ടുപോകും എന്നുള്ള ഒരു പേടി കൊണ്ടാണ് ഞാൻ ഇരുന്ന് പഠിച്ചത് തന്നെ. വേറെ ഒരു ചാപ്റ്ററും ഇത്രത്തോളം ഡെഡിക്കേഷൻ മൂത്ത് ഇത്രയും നേരം ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല. ഇത് ഒരു 1-1.5 മണിക്കൂർ എന്തോ ഈ ഒരു ചാപ്റ്ററിൻ്റെ പുറകെ തന്നെ ആയിരുന്നു. പിന്നെ ലാസ്റ്റ് 10:30 കഴിഞ്ഞപ്പോഴാണ് ഞാൻ കിടന്നുറങ്ങിയത്. അതും എനിക്ക് ഇത്രയും പഠിച്ചാൽ മതി, ഒരു ഓവർ കോൺഫിഡൻസ് വന്ന് ആ ഒരു ഇതിൽ ഞാൻ മതിയാക്കി കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു. എൻ്റെ പ്ലാൻ IP തീർന്നിട്ട് എങ്ങനെയെങ്കിലും ബിസിനസ് ഒരു ചാപ്റ്ററെങ്കിലും തീർക്കാമെന്നൊക്കെ ആയിരുന്നു. പക്ഷേ നടന്നില്ല. IP പകുതി കൂടുതൽ തീർത്തിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ പൈത്തൺ പകുതി കൂടുതൽ തീർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇങ്ങോട്ട് കിടന്നുറങ്ങി. അല്ലാണ്ട് വേറൊരു സബ്ജക്റ്റ് എടുത്ത് പഠിക്കാനൊന്നുള്ള ഒരു ഇതുണ്ടായിരുന്നില്ല. എനിക്ക് ഭയങ്കര മടിയാണ്. എപ്പോഴും ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, എനിക്ക് ഭയങ്കര മടിയാണ്. വീഡിയോ ഡെയിലി ഇടുന്നൊക്കെ ഉള്ളൂ, അല്ലെങ്കിൽ റിയൽ ലൈഫിൽ നല്ല മടിയാണ്. എനിക്ക് ഏറ്റവും കൂടുതലുള്ളൊരു പ്രശ്നം എൻ്റെ മടിയാണ്. എനിക്ക് പഠിക്കാനും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഓക്കെയാണ്, പക്ഷേ ഈ മടി കാരണം തന്നെയാണ് എനിക്ക് മാർക്ക് കുറയുന്നത്. എനിക്ക് തന്നെ ഒരു ബോധ്യമുണ്ട്. മര്യാദയ്ക്ക് പഠിച്ചിരുന്നെങ്കിൽ എനിക്ക് എളുപ്പത്തിൽ കിട്ടാവുന്ന കാര്യങ്ങളൊക്കെ മടി കാരണം ഞാൻ ലാസ്റ്റ് മിനിറ്റിലേക്ക് ഇങ്ങനെ വെച്ച് പോകും. അതാണ് എൻ്റെ ഒരു കുഴപ്പം. എൻ്റെ ഈ ഒരു ഇതുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അതിന് ശേഷം ഞാൻ അത്യാവശ്യം ഒരു വലിയ ലോങ് വീഡിയോ ഇടുന്നത് ഇന്നായിരിക്കും. എൻ്റെ ചലഞ്ചിൻ്റെ വീഡിയോസ് ആണെങ്കിലും എന്തായാലും ഒരു 10 മിനിറ്റ് കൂടുതൽ ഇതുവരെയും പോയിട്ടില്ല. ഇപ്പോൾ വന്ന മിക്ക വീഡിയോയിലും മിക്കതും ഒരു 5 അല്ലെങ്കിൽ 6 മിനിറ്റിൽ താഴെയുള്ളതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ അതിനെക്കാട്ടും കൂടുതലാക്കിയിട്ടുണ്ട്. അത് എത്ര എഡിറ്റ് ചെയ്തിട്ടും ചെറുതാക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഇത്രയും വലിയ വീഡിയോ ഞാൻ എടുത്തത് തന്നെ. പിന്നെ എൻ്റെ സൗണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നുണ്ടെങ്കിൽ അതെനിക്ക് പനിയും ജലദോഷവും മൂക്കടപ്പും എല്ലാം ആയിട്ട് ഇങ്ങനെ ഭയങ്കര മോശം അവസ്ഥയിലിരിക്കുകയാണ് ഞാൻ. എൻ്റെ സ്കൂളിൽ എനിക്ക് ലീവ് എടുക്കാൻ പറ്റില്ല, ഒന്നിനും എനിക്ക് മാറിയിരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. സ്കൂളിൽ ഇപ്പം എനിക്ക് ഡാൻസ് ഡേ പ്രോഗ്രാം ഉണ്ട്, പിന്നെ എക്സാം ഉണ്ട്. അപ്പോൾ എല്ലാം കൂടെ പണി കിട്ടിയിരിക്കുന്ന ഒരു ഒരു സമയമാണ്. പിന്നെ ചലഞ്ച് ഉണ്ട്. അപ്പോൾ ഒന്നിന്നും എനിക്ക് മാറിയിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു വല്ലാത്തൊരു ഹെക്ടിക്കായിട്ടുള്ളൊരു ഷെഡ്യൂളിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാലും ഞാൻ ഈ ഫോണിൽ കുത്തിയിരിക്കൽ മാറ്റുന്നില്ല. ഫോൺ അഡിക്ഷൻ എനിക്കിപ്പോൾ അത്യാവശ്യം നല്ല കൂടുതലാണ്.
അതിനെങ്ങനെയെങ്കിലും കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാൻ നോക്കും. പക്ഷേ നടക്കത്തില്ല. എത്ര വന്നാലും എങ്ങനെയെങ്കിലും കറങ്ങിത്തിരിഞ്ഞ് ആ ഫോണിൻ്റെ കൂടെ തന്നെ ആയിരിക്കും ഞാൻ എപ്പോഴും. ഏറ്റവും കൂടുതൽ ഞാൻ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഇപ്പോൾ അതിൻ്റെ കൂടെയാണ്. പക്ഷെ അത് നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ മാറ്റണം. ഈ ഒരു ഏജിൽ ഫോൺ അഡിക്ഷൻ ഒട്ടും നല്ലതല്ല. എന്ന് വെച്ചാൽ എനിക്ക് ഫോണില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല. ആ ഒരു അവസ്ഥയിലോട്ടൊന്നും ആയിട്ടില്ല. പക്ഷേ സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ ഉടനെ വന്നിട്ട് ബെഡിൽ കിടന്നിട്ട് ഫോൺ കാണലാണ് എൻ്റെ പണി. അപ്പോൾ അതൊന്ന് മാറ്റിയെടുക്കണം. ഇപ്പോൾ ചലഞ്ച് ഉള്ളതുകൊണ്ട് തന്നെ പഠിത്തം ഡെയിലി നടക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു ഫോണിലുള്ള ആ ഒരു ഇതും കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ചും കൂടെ കുറയ്ക്കണം. സ്ക്രീൻ ടൈം എനിക്ക് കുറച്ചും കൂടെ കുറയ്ക്കണം. പിന്നെ സ്ക്രീൻ ടൈം എൻ്റെ കൂടുതലായിരിക്കും. കാരണം എനിക്ക് വീഡിയോ എടുക്കാനുണ്ട്, അത് എഡിറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് മാറ്റി നിർത്താം. അത് കഴിഞ്ഞിട്ടുള്ള ഒരു മണിക്കൂർ 2 മണിക്കൂറൊക്കെ സ്ക്രീൻ ടൈം എന്ന് പറയുന്നത് തന്നെ കൂടുതലാണ്. അപ്പോൾ എൻ്റെ സ്ക്രീൻ ടൈം എന്ന് പറയുമ്പോൾ ഒരു ദിവസം എന്താ എന്താ ഈ എഡിറ്റിംഗ് ഇതെല്ലാം മാറ്റി നിർത്തുകയാണെങ്കിൽ ഒരു 3 മണിക്കൂർ 2 മണിക്കൂറൊക്കെ എന്തായാലും ഉണ്ടാവും. അപ്പോൾ അതൊട്ടും നല്ലതല്ല. അതെങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് കുറയ്ക്കണം. നിങ്ങളുടെ സ്ക്രീൻ ടൈം എത്രയാണെന്നൊക്കെ നിങ്ങൾ ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്യുന്നത് വളരെ നല്ലതാണ്. നമ്മൾ പോലും അറിയാണ്ട് അത് എത്രത്തോളം ആവുന്നുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല സ്ക്രീൻ ടൈം ഇത്രയും കൂടുതലാണ് എന്നൊന്നും. നമ്മുടെ നമ്മുടെ കണ്ണിനും ഒന്നും അതത്ര നല്ല കാര്യമല്ല. നിങ്ങൾ അതിന് പകരം വേറെ എന്തെങ്കിലുമൊക്കെ ഡൈവേർട്ടായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. ഇപ്പം ഞാൻ ഒത്തിരി ബുക്ക് വായിച്ചുകൊണ്ടിരുന്ന ആളാണ്. പക്ഷെ ഇപ്പം വായിക്കുന്നില്ല. അതും പ്രശ്നമാണ്. കാരണം പിന്നെ എക്സാമിൻ്റെ ടൈമിൽ ബുക്ക് വായിക്കാനും എന്നെ അധികം എനിക്ക് ഫോഴ്സൊന്നും ചെയ്യത്തില്ല. കാരണം വായിക്കാൻ തുടങ്ങുകയാണെങ്കിൽ നിർത്തത്തില്ല. എനിക്ക് ക്യൂരിയോസിറ്റി ആവും. അടുത്ത എന്താണെന്ന് അറിയാനൊക്കെ ആയിട്ടൊരു ഇതുണ്ടാവും. ഞാൻ കൂടുതലായിട്ട് വായിക്കുന്ന ത്രില്ലർ ബുക്സും കാര്യങ്ങളൊക്കെ. അല്ലെങ്കിൽ ഒരു സീരീസ് ഓഫ് ബുക്ക് ഞാൻ ഒരു പ്രാവശ്യം വാങ്ങിച്ചു. അതെൻ്റെ ഏറ്റവും വലിയ മിസ്റ്റേക്കായിട്ടും ഏറ്റവും വലിയ നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത് ഇതാണ്. കാരണം ബുക്ക് നല്ലതാണ്. പക്ഷെ സീരീസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി വായിക്കാനുണ്ട്. അടുത്ത് എന്ത് നടക്കും എന്നുള്ള ആ ഒരു ഇതുള്ളതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിൽ എല്ലാം ഉണ്ട്. അതിൻ്റെ ആ ബുക്കുണ്ട്, അതിൻ്റെ നോവൽ വരെ ഉണ്ട് എൻ്റെ കയ്യിൽ. അപ്പം അത്രത്തോളം ഒരു അഡിക്ഷനായി മാറും അത് വായിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ. നമുക്ക് ഒട്ടും ഫോണിന് പകരം ബുക്കാക്കി മാറ്റാൻ ഉള്ള എനിക്കില്ല. കാരണം ഞാൻ വായിക്കാൻ തുടങ്ങുകയാണെങ്കിൽ നിർത്തത്തില്ല. ഫോണിനെക്കാട്ടും വലിയ അഡിക്ഷനായി മാറും. അത് എൻ്റെ അമ്മ മിക്കവാറും ബുക്ക് എടുത്തെറിഞ്ഞ് കളയും. അത്രയും ഇതാവും. പക്ഷെ അമ്മ അങ്ങനെ ഇതുവരെ ചെയ്തിട്ടില്ല. പറയാറുണ്ട്, ആ ബുക്കൊന്ന് മാറ്റി വയ്ക്കാവോ, നിന്റെ സ്വന്തം ബുക്ക് പഠിക്കാനുള്ളതൊന്നും എടുത്ത് പഠിക്കുന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ എനിക്ക് ആ ഒരു പരിപാടി നടത്തത്തില്ല. പിന്നെ ഉള്ളത് എൻ്റെ അനിയത്തിയായിട്ട് കുറച്ച് നേരം കളിക്കലാണ്. അത് വളരെ നല്ലൊരു കാര്യമാണ്. അത് ചെയ്യുമ്പോഴേക്കും എൻ്റെ ഫോണിലേക്കുള്ള ഒരു ഇത് കുറച്ച് മാറി കിട്ടും. അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ പാട്ട് കേൾക്കലാണ്. പാട്ട് കേൾക്കൽ എന്ന് പറഞ്ഞാൽ നല്ല നല്ല ബീറ്റുള്ള നല്ല മോട്ടിവേഷണൽ സോങ്സ് ഒക്കെ ഉണ്ടല്ലോ, ഹെഡ്സെറ്റ് വെച്ചിട്ട് ഞാനിരുന്ന് കേൾക്കും. എൻ്റെ മനസ്സിൽ ഞാനത് പാട്ടില്ലെങ്കിൽ മനസ്സിലിങ്ങനെ പാടുകയൊക്കെ ചെയ്യുക. അല്ലെങ്കിൽ ഉറക്കെയായാലും ഞാൻ പാടും. അത് കഴിയുമ്പോഴേക്കും നമുക്കൊരു ഉണർവ് കിട്ടും. ആ ഒരു ഇതിൽ അങ്ങനെ ഇരുന്ന് പഠിക്കും. അപ്പം നമുക്ക് വേറെ ഒന്നും നമ്മുടെ മനസ്സിലേക്ക് വരത്തില്ല. പഠിത്തം 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 മാത്രം. എന്തെങ്കിലും നല്ല നല്ല മോട്ടിവേഷൻ ആയിട്ടുള്ള കുറേ പാട്ടുകളൊക്കെ ഉണ്ടല്ലോ, അപ്പം അതിരുന്ന് കേൾക്കുക, പിന്നെ അങ്ങോട്ട് പഠിക്കുക. വേറെ കാര്യങ്ങളൊന്നും നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ പ്രത്യേക ഒരു മോട്ടിവേഷനാണ്. ഞാൻ എപ്പോഴും ട്രൈ ചെയ്യാറില്ല, പക്ഷേ ഇത് നല്ലൊരു കാര്യമാണ്. അപ്പോൾ എപ്പോഴും ട്രൈ ചെയ്യുകയാണെങ്കിൽ എനിക്ക് തന്നെ ഒരു മടുപ്പാവും. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഇതിലേക്കൊന്നും പോകാത്തത്. എനിക്ക് ഒരു ലോങ് സിറ്റിങ് ഒത്തിരി നേരം ഇരുന്ന് പഠിക്കാനൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അതൊരു പാട്ട് കേട്ടിട്ട് ഇരുന്ന് പഠിക്കും. അപ്പോൾ വേറെ എവിടെയും എൻ്റെ കോൺസെൻട്രേഷൻ പോലെ ഒന്നുമില്ല, അങ്ങോട്ട് ഇരുന്ന് പഠിക്കും. പിന്നെ എപ്പോഴും എനിക്ക് നല്ല മടിയുള്ള സമയമാണെങ്കിൽ ഞാൻ ഒന്നെങ്കിൽ എൻ്റെ ഞാൻ പാട്ട് കേൾക്കും. സോഫ്റ്റ് മ്യൂസിക് കാര്യങ്ങളൊക്കെ ഉണ്ടാവല്ലോ. പ്ലേലിസ്റ്റ് എൻ്റെ ഉണ്ട്, ഒരു യൂട്യൂബറിൻ്റെ പ്ലേലിസ്റ്റാണ്. അപ്പം കമൻറ്റ് ബോക്സിലുണ്ടായിരുന്നു. ഞാൻ എടുത്ത് കമൻറ്റ് ബോക്സിൽ ഡിസ്ക്രിപ്ഷനിലുണ്ടായിരുന്നു ആ ഒരു യൂട്യൂബറിൻ്റെ. അപ്പോൾ അതെടുത്തിട്ട് എൻ്റെ സ്പോട്ടിഫൈയിൽ കിടപ്പുണ്ടത് ആ ഒരു പ്ലേലിസ്റ്റ്. അപ്പം അതിനകത്ത് നിന്ന് റാൻഡംലി ഏതെങ്കിലും ക്ലിക്ക് ചെയ്യും ആൻഡ് അത് കേൾക്കും. അത് കേട്ടുകൊണ്ട് പഠിക്കുകയാണെങ്കിൽ അത് കേട്ടതിന് ശേഷം പഠിക്കും. മിക്കവാറും കേട്ടുകൊണ്ടായിരിക്കും പഠിക്കുന്നത്. ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ചുറ്റിനുമുള്ള ഡിസ്ട്രാക്ഷൻസ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഈ ഒരു മ്യൂസിക് ആയിരിക്കും ഭയങ്കര കാമായിട്ടുള്ള, ഭയങ്കര ജെൻറലായിട്ടുള്ള, നല്ല ഭയങ്കര സൂത്തിങ് ആയിട്ടുള്ള മ്യൂസിക്കാണ്. അപ്പോൾ അത് കേട്ടുകൊണ്ട് വേറെ ഡിസ്ട്രാക്ഷൻസും കാര്യങ്ങളും ഒന്നും വരത്തില്ല. ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞിട്ടുണ്ടാവും, എന്നെ ഇത്രയും സമയത്തേക്ക് ഒന്നിനും വിളിക്കല്ലേ, എനിക്ക് പഠിക്കാനാണ്. അപ്പോൾ അമ്മ അങ്ങനെ ഞാൻ പഠിക്കുന്ന ഇടയിലൊന്നും വന്നിട്ട് ഇതാക്കത്തില്ല. ഞാൻ സീരിയസ് ആയിട്ട് പഠിക്കാൻ നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ അമ്മ പിന്നെ അവന് ഒന്നിനും വരത്തില്ല, മാറിപ്പോവും. അല്ലാണ്ട് ഇങ്ങനെ ഉഴപ്പിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ വന്ന് ചൊറിഞ്ഞിട്ടൊക്കെ പോവും. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഉണ്ടാവാറില്ല. ഞാൻ പറഞ്ഞേക്കും, എനിക്ക് ഇത്ര നേരം പഠിക്കാനുണ്ട്, അപ്പോൾ ഒന്നിനും വിളിക്കല്ലേ എന്ന് പറഞ്ഞേക്കും. എന്തായാലും ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് വരാനും പറയും. അപ്പോൾ പിന്നെ ഒരു കുഴപ്പമുണ്ടാവില്ല. കാരണം നമുക്ക് എത്ര നേരം വേണമെങ്കിലും ഇരുന്നങ്ങോട്ട് പഠിക്കാൻ പറ്റും. അതാണ് ഞാൻ ഇവിടെ ചെയ്യുന്നൊരു കാര്യം. പിന്നെ വേറെ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നതിന് മുമ്പ് തന്നെ ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. കുറച്ചും കൂടെ ഒരു ഫ്രഷ് ഫീൽ കിട്ടും. ഞാൻ ചെയ്യുന്ന കാര്യം ഞാൻ ഇടയ്ക്ക് എപ്പോഴും ചെയ്യാറില്ല, പക്ഷേ ഇടയ്ക്കെങ്ങാണെങ്കിൽ ജസ്റ്റ് ഒന്ന്
പ്രാർത്ഥിച്ചിട്ടൊക്കെ ഇരിക്കും. പഠിക്കുന്നതൊക്കെ തലയിൽ കയറണേ, ഓർത്തിക്കണേ, +1 എന്നിട്ട് പഠിക്കാൻ പറ്റണേ, എക്സാം നന്നായിട്ട് എഴുതാൻ പറ്റണേ, അങ്ങനെയൊക്കെ ചെറുതായിട്ടൊക്കെ ഒന്നും പ്രാർത്ഥിച്ചിട്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. പിന്നെ ഞാൻ ചെയ്തത് മുഖം കഴുകൽ. മുഖം കഴുകൽ ഇവിടെ ഏറ്റവും കൂടുതൽ ചെയ്യുന്നൊരു പരിപാടിയാണ് മുഖം കഴുകൽ. എപ്പോഴും ഉള്ളതാണ്. എനിക്കിങ്ങനെ ഉറക്കം തൂങ്ങി വരികയാണെങ്കിൽ പെട്ടെന്ന് പോയിട്ടൊന്ന് മുഖം കഴുകും. മുഖം കഴുകുമ്പോഴേക്കും ഭയങ്കര ഒരു ഫ്രഷ്നെസ് എനിക്ക് തന്നെ ഫീൽ ചെയ്യും. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ് മുഖം കഴുകൽ. അപ്പോൾ അതും കൂടി ചെയ്യുമ്പോഴേക്കും ഇനി ഇരുന്ന് പഠിക്കാം, ആ ഒരു ഇത് കിട്ടും. അല്ലെങ്കിൽ ഇപ്പോൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ പഠിച്ചിട്ട് ഇങ്ങനെ ഭയങ്കര എക്സോസ്റ്റഡ് ആയിട്ടിരിക്കുകയാണെങ്കിൽ ഞാൻ കുറച്ച് നേരം ബാൽക്കണിയിൽ പോയി നിൽക്കും. അവിടെ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വായി നോക്കി കഴിയുമ്പോഴേക്കും തിരിച്ച് വന്നിട്ട് വീണ്ടും ഇരുന്ന് പഠിക്കും. അത് ചെയ്യും. ഇതൊക്കെയാണ് ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ. അല്ലാണ്ട് ഞാനിങ്ങനെ കുറേ വീഡിയോസ് കണ്ടിട്ട് എക്സസൈസ് ചെയ്യലൊക്കെ. എക്സസൈസൊക്കെ ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ എനിക്ക് ക്ഷീണമാവും. പിന്നെ ബെഡിൽ ഇരുന്ന് പഠിക്കാൻ തീരുമാനിക്കും. ബെഡിൽ ഇരുന്ന് പഠിച്ച് ബെഡിൽ കിടന്ന് ഉറങ്ങും. അതൊക്കെയാവും. അപ്പോൾ അതിലേക്കൊന്നും ഞാനിങ്ങനെ പോകത്തില്ല. ബെഡിൽ ഇരുന്നിട്ടുള്ള പഠിത്തം എനിക്ക് നടക്കാറില്ല. എത്ര പ്രാവശ്യം ഞാൻ ബെഡിൽ നിന്ന് പഠിക്കാൻ നോക്കിയിട്ടുണ്ടല്ലോ, അപ്പോഴൊക്കെ ഉറങ്ങി വീഴാറാണ് പതിവ്. ബെഡ് എനിക്ക് പഠിത്തത്തിൽ പറ്റിയൊരു സ്ഥലമായിട്ട് എനിക്ക് തോന്നിയിട്ടേ ഇല്ല. എന്തോ ഞാൻ പഠിക്കാൻ നോക്കിയിട്ടുണ്ട്, പക്ഷേ ഇനി അധികം നേരമൊന്നും എനിക്ക് ബെഡിൽ എന്നെ പിടിച്ചിരുത്താൻ പറ്റത്തില്ല. ഉറങ്ങിപ്പോവും. എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ഉറങ്ങി വീണ് പോവും. അതുകൊണ്ട് തന്നെ ബെഡ് പഠിത്തം പറ്റത്തില്ല. പിന്നെ പിന്നെ ടു ഡു ലിസ്റ്റൊക്കെ നമ്മൾ ഇട്ടിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ ഞാൻ എത്ര ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കിയാലും എനിക്ക് ആ ഒരു ദിവസം അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഞാനിപ്പോൾ ഇത്രയും ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചു, ഒരു 4 കാര്യങ്ങൾ അതിനകത്ത് എഴുതിയെന്ന് വിചാരിച്ചു. അതിനകത്തൊരു 3 ഞാൻ ചെയ്തിട്ടുണ്ടാവും, ഒരെണ്ണമെങ്കിലും വിട്ടുപോയിട്ടുണ്ടാവും. എപ്പോഴും അങ്ങനെയാണ്. ഞാൻ ഇപ്പോൾ ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കിയാലും ഞാൻ ചെയ്തതെന്താണെന്ന് വെച്ചാൽ കുറേ എണ്ണം ഉണ്ടാക്കും, കുറേ എണ്ണം അങ്ങോട്ട് എഴുതി വെക്കും. അപ്പോൾ എനിക്ക് ഉറപ്പുണ്ട് ഇതിനകത്തൊരു പകുതിയെങ്കിലും ഞാൻ എന്തായാലും ചെയ്ത് തീർക്കും എന്നെനിക്കറിയാം. അപ്പോൾ ലൈക്ക് എൻ്റെ ഒരു വീക്ക് പോയിന്റ് എന്താണെന്നൊക്കെ എനിക്ക് മനസ്സിലായത് കൊണ്ടാണ് ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എങ്ങനെയാണോ അത്, ഇപ്പം നിങ്ങൾക്ക് ഇത്ര എഴുതിയിട്ടുണ്ടോ അത്രയും കംപ്ലീറ്റ് ചെയ്യാനുള്ള ആ ഒരു ഇതുണ്ടെങ്കിൽ, കപ്പാസിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് മാത്രം എഴുതിയാൽ മതി. അപ്പോൾ കുഴപ്പമുണ്ടല്ലോ. എനിക്കൊക്കെ ആണെങ്കിൽ അത് പറ്റത്തില്ല. എനിക്കിങ്ങനെ ഇത്രയൊക്കെ മതി, ബാക്കി പിന്നെ എന്നുള്ള ഒരു മെൻറ്റാലിറ്റി എനിക്ക് ഇപ്പോഴും ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ എഴുതി വയ്ക്കും. അപ്പോൾ നമുക്ക് വേണ്ടത്രയെങ്കിലും ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. എനിക്കിപ്പോൾ ഉള്ളൊരാഗ്രഹം എന്ന് വെച്ചാൽ ഒരു ഓൾ നൈറ്റർ ഒന്ന് പുള്ളിയാണ്. 11th എനിക്ക് നടന്നിട്ടില്ലത്. എന്ന് വെച്ചാൽ അധികം നേരം ഒരു 12 മണി വരെയൊക്കെയാണ് മിക്കപ്പോഴും നിൽക്കാറ്. പക്ഷേ 12 അല്ല, ഒരു 1:30-2 മണി വരെ നിൽക്കാറുണ്ട്. പക്ഷേ എനിക്ക് ഇപ്രാവശ്യം ഒരു 4 മണി 5 മണി അത്ര നേരമൊക്കെ നിൽക്കണം എന്നൊരു ചെറിയ ആഗ്രഹമുണ്ട്. അപ്പോൾ അത് എനിക്ക് 11th ഒന്ന് ചെയ്യണമെന്നുണ്ട്. മിക്കവാറും ബിസിനസ് അല്ലെങ്കിൽ അക്കൗണ്ടൻസി ഏതെങ്കിലും ഒരു എക്സാമിന് ചെയ്ത് നോക്കും. എക്കണോമിക്സിന് എനിക്ക് വേണ്ടി വരില്ല, കാരണം ഒരു ദിവസം ഫുള്ള് നമുക്ക് കിട്ടുന്നുണ്ട്. IPക്ക് വേണ്ടി വരില്ല, ഇംഗ്ലീഷിന് വേണ്ടി വരില്ല. അപ്പം എനിക്ക് തോന്നുന്ന ബിസിനസ്സിന് അല്ലെങ്കിൽ അക്കൗണ്ടൻസിക്ക് വേണ്ടിയിട്ട് ഞാൻ മിക്കവാറും ഒരു ഓൾ നൈറ്റർ ചെയ്ത് നോക്കും. പക്ഷേ എനിക്ക് ഓൾ നൈറ്റർ ഇങ്ങനെ 30 days ചലഞ്ചിൻ്റെ ഒപ്പം വെക്കണമെന്നില്ല. എനിക്കത് കഴിഞ്ഞിട്ട് ചെയ്യണം എന്നൊക്കെയാണ് ആഗ്രഹം. അപ്പം എങ്ങനെ വരും എന്ന് എനിക്കൊരു പിടുത്തവും കിട്ടുന്നില്ല. അപ്പോൾ എന്തായാലും ഈ ചലഞ്ച് തീരാൻ പോവാണ്. എൻ്റെ എക്സാം തീരുന്ന ഒപ്പം തന്നെ ഇത് തീരുമെന്നാണ് എനിക്കൊരു തോന്നുന്നത്. അല്ലെങ്കിൽ എക്സാം തീർന്നു കഴിഞ്ഞിട്ടാണോ? എന്തായാലും എക്സാം കഴിയുമ്പോഴേക്കും ഇതും തീരും. അപ്പോൾ ഒരു സമാധാനം. അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് 2-3 ദിവസത്തേക്ക് വീഡിയോ ഒന്നും പോസ്റ്റ് ചെയ്യാണ്ട് ഒന്നും എടുക്കാണ്ടൊന്നും ഇരിക്കണം. കാരണം അത്രത്തോളം കാര്യങ്ങൾ ഒരുമിച്ച് എനിക്ക് അവസാനിക്കാൻ പോകുന്നത്. എൻ്റെ ഡാൻസിൻ്റെ ഒരുമിച്ച് ഡാൻസും ഇതും ചാലഞ്ചെല്ലാം ഒരു ദിവസം തീരാൻ പോകുന്നത്. 13th അതൊന്നും എല്ലാം തീരാൻ പോകുന്നത്. അതെ, 13th എൻ്റെ എല്ലാ പരിപാടികളും തീരും. എന്നിട്ട് 2 ദിവസം എനിക്ക് ഫുൾ റെസ്റ്റ്, വേറെ ഒന്നും ചെയ്യില്ല. ഞാൻ പഠിത്തമില്ല, ഒന്നുമില്ല. പക്ഷെ മിക്കവാറും ഒന്നും നടക്കത്തില്ല. കാരണം എൻ്റെ ഉള്ളിലുള്ള ഒരു ടെൻഷനും കാര്യങ്ങളും കൊണ്ട് എന്തെങ്കിലുമൊക്കെ പഠിച്ചിരിക്കും. പക്ഷെ ഞാൻ വീഡിയോ എടുക്കില്ല, ഞാൻ എന്തായാലും. കാരണം എനിക്ക് വീഡിയോ എടുക്കാനുള്ള ആ ഒരു എനർജി ഉണ്ടാവില്ല. അത്രത്തോളം കാര്യങ്ങളാണ് ഒരുമിച്ച് തീരാൻ പോകുന്നത്. ആ ഒരു ദിവസം ഭയങ്കര ഹെക്ടിക്കായിരിക്കും, അത് ഉറപ്പാണ്. കാരണം 30th എനിക്ക് എക്സാം ഉണ്ട് ഇംഗ്ലീഷിൻ്റെ. ആ ദിവസം തന്നെയാണ് ഞങ്ങളുടെ ഡാൻസിൻ്റെ പരിപാടി ഉള്ളത്. ആ ദിവസം തന്നെയാണ് എൻ്റെ ചാലഞ്ച് എനിക്ക് അപ്ലോഡ് ചെയ്യേണ്ടത്. ഇത്ര കാര്യങ്ങളാണ് ആ ദിവസം ഉള്ളത്. അപ്പോൾ ഏതായാലും ഞാൻ ഇവിടെ വെച്ചിട്ട് എന്തായാലും എൻ്റെ വീഡിയോ നിർത്താൻ പോവുകയാണ്. അപ്പോൾ എന്തായാലും ഇത്രയുള്ള വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.